മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. വിജയ് മല്യ നൽകിയ സ്വർണം ദ്വാരപാലക പ്രതിമകളിലും പൊതിഞ്ഞു എന്ന തെളിവുകൾ പുറത്തുവിട്ട മാതൃഭൂമി ന്യൂസ്. 1998 നവംബർ 15 മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രത്തിൽ സ്വർണം പൊതിഞ്ഞത് കൃത്യമായി കാണാം. 2019 ദേവസ്വം ഉത്തരവിൽ ദ്വാരപാലക പ്രതിമയിൽ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 2019 സ്വർണം പൂശലിൽ ദുരൂഹതയേറുകയാണ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ഇത് എത്രത്തോളം ദുരൂഹമാണ് എന്നതിന്റെ തെളിവ് കൂടിയാണത്. ഇപ്പോഴിതാ 98 മാതൃഭൂമി ദിനപത്രത്തിലെ ചിത്രത്തിൽ അത് സ്വർണം പൊതിഞ്ഞതായി തന്നെ വളരെ വ്യക്തമായ ചിത്രങ്ങളിൽ കാണാം. പക്ഷേ ചെമ്പ് എന്നാണ് കണക്കുകളിൽ. എന്താണ് വിശദാംശം? ഗുഡ് മോർണിംഗ് മോത്തി. 2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവാണ് ഏറ്റവും ദുരൂഹമായ കാര്യം. കാരണം 2019 ആ ഉത്തരവ് പുറത്തിറക്കിയത് ശബരിമല ക്ഷേത്ര ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ അത് സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ വേണ്ടി ഇറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ കവചങ്ങൾ ചെമ്പുപാളികളാണ്, ആ ചെമ്പുപാളികൾ സ്വർണം പൂശാനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ചെമ്പുപാളി സ്വർണം പൂശാൻ പുതുതായി കൊടുത്തുവിടുന്നു എന്ന രീതിയിലാണ് ദേവസ്വം ബോർഡ് ഈ ഉത്തരവിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ഇന്നലെ മാതൃഭൂമി ന്യൂസ് ചില രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് തെറ്റാണ്, അതൊരു അട്ടിമറി സാധ്യതയാണ് എന്ന് ചൂണ്ടിക്കാട്ടിയത്. അതിന് കാരണം 1998 വ്യവസായിയായിരുന്ന വിജയ് മല്യ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞത്. ആ സ്വർണം പൊതിഞ്ഞ കൂട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ കൂടി സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് ഇന്നലെ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട രേഖ ശ്രീകോവിലിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് വിജയ് മല്യയുടെ നേതൃത്വത്തിൽ സ്വർണം പൊതിഞ്ഞത് എന്ന കാര്യങ്ങൾ നിരത്തിയായിരുന്നു. അതിൽ 2 ദ്വാരപാലക ശില്പങ്ങൾ അടക്കം ശ്രീകോവിലിൻ്റെ മേൽക്കൂര അടക്കം സ്വർണം പൂശാൻ വേണ്ടി ഏതാണ്ട് 30.3 കിലോ സ്വർണ്ണമാണ് വിജയ് മല്യ എടുത്തത്. അതിൽ വിജയ് മല്യ സ്വർണം പൂശിയത് 98 ആ സ്വർണം പൂശിയ ശ്രീകോവിൽ സമർപ്പിച്ചത് 1998 സെപ്റ്റംബർ 4 ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ ഇന്നലെ കാണിച്ചു. അതിനൊപ്പം തന്നെ 2013 ശ്രീശാന്ത്, ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തുമ്പോഴുള്ള ചിത്രവും കാണിച്ചു. 2013 ആ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിഞ്ഞ മട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ 1998 സെപ്റ്റംബർ 4 ക്ഷേത്ര ശ്രീകോവിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷം എടുത്ത മാതൃഭൂമി ദിനപത്രത്തിലെ ചിത്രമാണ്. ആ ചിത്രമാണ് ഈ കാണുന്നത്, ഈ നടുഭാഗത്ത് കാണുന്നത്. ഇത് ശ്രീകോവിലിൻ്റെ മുൻവശത്തെ ഭാഗമാണ്. ഇത് 1998 ഈ പത്രം. ഇതാണ് 1998 നവംബർ 15 ഞായറാഴ്ച ഇറങ്ങിയ മാതൃഭൂമി ദിനപത്രം. അതിൻ്റെ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ് ഈ ചിത്രം. ശബരിമല നട ഇന്ന് തുറക്കും എന്നുള്ള വാർത്ത. അതായത് അന്ന് വൃശ്ചിക മണ്ഡലകാലത്തേക്ക് നട തുറക്കാൻ പോവുകയാണ്. സ്വർണം പൊതിഞ്ഞ ശ്രീകോവിൽ ആദ്യമായി ഭക്തർക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കുന്ന ആ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിൻ്റെ വാർത്തയാണ് ഈ മാതൃഭൂമി ദിനപത്രത്തിൽ. അതിനൊപ്പം പ്രസിദ്ധീകരിച്ച ചിത്രമാണ് ഈ വലുതാക്കി കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാം, ഇതാണ് നട, ശ്രീകോവിൽ നട. അതിൻ്റെ 2 ഭാഗത്തായി ദ്വാരപാലക ശില്പങ്ങളുണ്ട്. ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൂശിയിട്ടുണ്ട്. ഈ സ്വർണ്ണമാണ് 2019 ഉത്തരവിൽ ചെമ്പുപാളിയാക്കി ദേവസ്വം ബോർഡ് മാറ്റിയിരിക്കുന്നത്. ഒന്നുകൂടി ഒരു ഉദാഹരിക്കുകയാണെങ്കിൽ, ഇതേ ദിവസം വന്ന മാതൃഭൂമി പത്രത്തിൻ്റെ ചിത്രമാണിത്. മേൽക്കൂര സ്വർണം പൂശിയിരിക്കുന്ന മറ്റൊരു ചിത്രം കൂടിയുണ്ട്. അപ്പോൾ സ്വർണം പൂശി 98 സെപ്റ്റംബർ 4 ശബരിമല നട ദേവസ്വം ബോർഡിന് വിജയ് മല്യ സ്വർണം പൂശി സമർപ്പിക്കുന്നു. അതേ 98 നവംബർ 15 ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ ഈ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും കാണാം. അപ്പോൾ 2019 ഒരു കാര്യത്തിൽ ഒന്നുകൂടി വ്യക്തത വരുത്തിക്കോട്ടെ, ഇത് സ്വർണം പൂശുകയായിരുന്നോ, സ്വർണ്ണ പാളികൾ കൊണ്ട് പൊതിയുകയായിരുന്നോ ഉണ്ടായത്? തീർച്ചയായിട്ടും മോത്തി, അതൊരു പ്രധാനപ്പെട്ട സംശയമാണ്. നമ്മൾ ഇന്നലെയും ആ സംശയം മാറ്റിയിരുന്നു. വിജയ് മല്യ ശബരിമല സന്നിധാനത്ത് സ്വർണം പൂശുകയല്ല ചെയ്തത്, സ്വർണം പൊതിയുകയായിരുന്നു ചെയ്തത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശബരിമല സന്നിധാനത്തെ ഈ ചെമ്പ് തകിടുകളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ ചെമ്പ് തകിടുകൾക്ക് മുകളിൽ സ്വർണ്ണ പ്ലേറ്റുകൾ അടുക്കടുക്കായി അടുക്കി ഒട്ടിക്കുകയായിരുന്നു ചെയ്തത്. സ്വർണം പൂശുക എന്ന് പറഞ്ഞാൽ ചെമ്പ് കൊണ്ടുപോയി അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് അതിൽ സ്വർണം പൂശുന്നതിനാണ് പൂശുക എന്ന് പറയുന്നത്. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ അത് മുക്കുപണ്ടം എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ വിജയ് മല്യ ചെയ്തത് മുഴുവൻ സ്വർണം പാളികൾ കൊണ്ട് പൊതിയുകയാണ്, അത് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിലും കാണുന്നത് ഒരു ചെമ്പ് കവചത്തിൻ്റെ മുകളിൽ സ്വർണ്ണ
പാളികൾ അട്ടിയടുക്കി ഏതാണ്ട് 12 ഷീറ്റ് വീതം അടുക്കി ഒട്ടിച്ച കവചമാണിത്. ഈ കവചമാണ് 2019 ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ട് അത് ഒരു മാസം എവിടെയോ അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്ന ശേഷം പിന്നീട് ചെന്നൈയിലെ സ്ഥാപനത്തിൽ പോയി ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത്, അതായത് മുക്കുബണ്ടമാക്കി അത് തിരിച്ചു വന്നപ്പോൾ അതിന്റെ തൂക്കവും കുറഞ്ഞ് ഇപ്പോൾ സന്നിധാനത്ത് ഇരിക്കുന്ന ആ ഒരു കവചം, ദ്വാരപാലക ശില്പങ്ങളിലെ കവചം ഈ മട്ടിൽ വന്നതാണ്. അപ്പോൾ 2019 ഉത്തരവ് എന്തിനുള്ളതായിരുന്നു? വിജയ് മല്യ സ്ഥാപിച്ച ആ സ്വർണ്ണ കവചം അത് തട്ടിയെടുത്തുകൊണ്ട് പോയി അതിലെ സ്വർണം മാറ്റി അത് മുക്കുബണ്ടമാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നുള്ള ചോദ്യമാണ് മാതൃഭൂമി ന്യൂസ് ഇന്നലെ മുതൽ ചോദിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്നുമാണ് ആവശ്യം. ഏതായാലും 98-ൽ ശബരിമല സന്നിധാനത്ത് സ്വർണം പൂശി ആ സ്വർണം പൊതിയുമ്പോൾ, ആ ശ്രീകോവിൽ സ്വർണം പൊതിയുമ്പോൾ അതിൽ ദ്വാരപാലക ശില്പങ്ങളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. പിന്നെ എങ്ങനെയാണ് ദേവസ്വം ബോർഡിന്റെ 2019 ഉത്തരവിൽ ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളികളായി മാറിയത്? കാരണം അന്ന് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ ഈ കവചങ്ങൾ അഴിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം 2025-ൽ ഒരുപാട് ദുരൂഹതകൾ ഇതിലുണ്ട് അനന്തൻ. ഒന്ന്, ഇതെങ്ങനെ ചെമ്പുപാളികളായി ആ ഉത്തരവിറക്കി അത് ചെമ്പുപാളികളിൽ സ്വർണം പൂശാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം, ആ പ്രത്യേക ആളുടെ കൈവശം തന്നെ കൊടുത്തുവിട്ടു എന്നതാണ്. എന്തുകൊണ്ട് അത് ചെമ്പുപാളിയായി രേഖപ്പെടുത്തി? ഇതിനുവേണ്ടി എന്തിനാണ് ചട്ടലംഘനം നടത്തി ഒരു ഉത്തരവിറക്കിയത്? തുടങ്ങി വിവിധ കാര്യങ്ങളാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്ന ഒരാളെന്ന നിലയിൽ കൂടി പീഠങ്ങൾ കാണാനില്ല എന്ന് വന്ന് വെളിപ്പെടുത്തുന്നു. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇതിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു അന്വേഷണം നടക്കും എന്ന ബോധ്യം ഉണ്ടായിട്ട് കൂടി ഈ കാര്യങ്ങൾ പുറത്തു പറഞ്ഞതുപോലെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ അനന്തൻ? തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏറ്റവും ഒടുവിൽ 2025-ൽ ഇതേ ഈ കവചങ്ങൾ അറ്റകുറ്റപ്പണികൾക്കാണ് കൊണ്ടുപോയത്. അതാണ് അതിനകത്തൊരു ദുരൂഹമായ കാര്യം. 2019-ൽ ഈ പാളികൾ അഴിക്കേണ്ട യാതൊരു കാരണവുമില്ല. അതിനാണ് ചെമ്പുപാളികളിൽ സ്വർണം പൂശാനെന്ന ഒരു ഉത്തരവുണ്ടാക്കി. അതാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. 2025-ൽ ഈ പാളികളിലെല്ലാം നാണയങ്ങൾ ഭക്തർ എറിഞ്ഞ് കേടുപാടുകൾ സംഭവിച്ചു. ആ കേടുപാടുകൾ തീർക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നു എന്നുള്ള ഉത്തരവാണ് 2025-ൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ 2 തവണയും ഉള്ള ഉത്തരവുകളിൽ സംശയങ്ങളുണ്ട്. മാത്രമല്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ കൊടുത്തുവിടുന്നത് എന്താണെന്നുള്ള മറ്റൊരു കാര്യം. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി 2019-ൽ കൊണ്ടുപോകുമ്പോൾ ഒരു മാസം അത് അജ്ഞാത കേന്ദ്രത്തിലായിരുന്നു. അതെവിടെയാണ് എന്നുള്ള ഒരു അന്വേഷണം ദേവസ്വം വിജിലൻസ് ഇപ്പോഴും നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കുറച്ചുകൂടി വാർത്തകൾ മാതൃഭൂമി ന്യൂസ് അല്പസമയം കഴിഞ്ഞ്, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് പുറത്തുവിടുകയും ചെയ്യും. ഏതായാലും 2019-ലെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് വളരെ വിചിത്രമാണ്, ദുരൂഹമാണ്. കാരണം 1998 വിജയ് മല്യ സ്വർണം പൂശിയ അല്ലെങ്കിൽ സ്വർണം പതിപ്പിച്ച, സ്വർണം പൊതിഞ്ഞ ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും അന്ന് സ്വർണം പൊതിഞ്ഞിരുന്നു. പിന്നെ എങ്ങനെയാണ് 2019-ൽ അത് ചെമ്പുപാളിയായിട്ട് സ്വർണം പൂശാനായി കൊണ്ടുപോയത് എന്നുള്ളതാണ് അതിന് തെളിവാണ്, സംസാരിക്കുന്ന തെളിവാണ് മാതൃഭൂമി പത്രത്തിൽ. ഏതായാലും ദുരൂഹമായ ഈ കാര്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിൽ ലഭ്യമായത് ഇനി കുറച്ച് സമയത്തിനകം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വരുന്ന മണിക്കൂറുകളിലും ഇത് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും.